السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. മുഅ്തിഖ്, ലാസ്റ്റ് പറഞ്ഞ വിലായത്തിൻ്റെ അധികാരം മുഅ്തിഖിനാണ്. ഒരു സ്ത്രീയെ ഇത്ഖ് ചൊല്ലിയ പുരുഷനാണ് കെട്ടിക്കാനുള്ള അധികാരം. അതുമായി ബന്ധപ്പെട്ട ഒരു ഉപമസലയാണ്. ഒരു സംഘം ആളുകളാണ് ഒരടിമയെ മോചിപ്പിച്ചത്, അടിമ സ്ത്രീയെ മോചിപ്പിച്ചതെങ്കിലോ ഒരു 10 ആൾക്കാരുടേതു കൂടിയായിരുന്നു അടിമ സ്ത്രീ. അപ്പോൾ പിന്നെ എല്ലാവരുടെയും സമ്മതം വേണം. ഇനി എല്ലാവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ചു പോയ ആൾക്കാരുടെ അസബക്കാരില്ലേ, അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള കുടുംബക്കാർ, അവരുടെ തൃപ്തി വേണം. അതുമായി ബന്ധപ്പെട്ടൊരു മസലയാണ്, നമുക്ക് പെട്ടെന്ന് പറയാം. ലൗ ആതഖ ജമാഅത്തുൻ അമത്തൻ, ഒരു സംഘം ആളുകൾ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചാൽ ഇഷ്തുരിത്ത റിളാ കുല്ലിഹിം, എല്ലാവരുടെയും തൃപ്തി ഷർത്താണ്. എല്ലാവരും കൂടെ എങ്ങനെ കെട്ടിക്കുക? യുവക്കിലൂന വാഹിദ മിൻഹും ഔ മിൻ ഗൈരിഹിം, അവരിൽപ്പെട്ട ഒരാളെയോ അവരിൽപ്പെടാത്ത പുറത്തുള്ള ഒരാളെയോ അവർ വക്കാലത്താക്കണം കെട്ടിക്കാൻ വേണ്ടി. അതാണ് വേണ്ടത്. ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ തന്നെ ഈ പെൺകുട്ടിയെ കെട്ടാൻ, അടിമ സ്ത്രീയെ കെട്ടാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? പലോറ അറാദ അദുഹും മയ്യത്തസബ്ബജ, അവരിൽ പെട്ട ഒരാൾ തന്നെ അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ സബ്ബജഹുൽ ബാക്കൂൻ, ബാക്കിയുള്ളവരാണ് അയാൾക്ക് കെട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വലിയാണ്, വരനും അയാൾ തന്നെയാണ്, പക്ഷെ ബാക്കിയുള്ള ആളുകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കണം. മയൽ ഖാദിയോട് കൂടെ. ഫൈൻ മാത്ത ജമയൂഹം, അപ്പോൾ അവരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഒരാൾ മാത്രമാണ് കല്യാണം കഴിക്കുന്നത്, ബാക്കി സമ്മതം നൽകേണ്ട ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഫൈൻ മാത്ത ജമയും കഫാ റിളാ കുല്ലി വാഹിദിൻ മിൻ അസ്ബതി കുല്ലി വാഹിദിൻ, ഓരോരുത്തരുടെയും അസബ കുടുംബക്കാരിൽ നിന്നുള്ള ഓരോരുത്തരുടെയും തൃപ്തി മതിയാകും. കഫാ മതിയാകും റിളാ കുല്ലി വാഹിദിൻ മിൻ അസ്ബതി കുല്ലി വാഹിദിൻ, ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്നുള്ള ഓരോരുത്തരുടെ തൃപ്തി മതിയാകും. ഓരോരുത്തരുടെയും തൃപ്തിയല്ല, ഒരാളുടെ തൃപ്തി മതിയാവും എന്നാണ് കേട്ടോ. ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ തൃപ്തി മതിയാകും. കുല്യവാഹിദ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇനി വലവിസ്തമാ അദദും മിൻ അസബാത്തിൽ മുഅ്തിഖി ഫീ ദർജത്തിൻ, മുഅ്തിഖിൻ്റെ കുടുംബക്കാരിൽ നിന്ന് കുറേ ആളുകൾ ഒരേ പദവിയിൽ ഒരുമിച്ച് കൂടിയാൽ, ഇപ്പം മുഅ്തിഖാണ് കെട്ടിക്കേണ്ടത്, മുഅ്തിഖ് മരിച്ചു പോയിട്ടുണ്ട്, പിന്നെ മുഅ്തിഖിൻ്റെ മക്കളാണുള്ളത്. മക്കൾ 4-5 പേരുണ്ട്. ഇപ്പോൾ ഈ 4-5 ആളുകളെല്ലാവരും കൂടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം എന്താ ചെയ്യുക? വലവിത്തമ അദദും മിൻ അസബാത്തിൽ മുഅ്തിഖി, ഇതൊക്കെ ചൊല്ലിയ ആളുടെ കുടുംബങ്ങളിൽ നിന്ന് കുറേ ആളുകൾ ഫീ ദർജത്തിൻ, ഒരു പദവിയിൽ ഒരുമിച്ച് കൂടിയാൽ. ഫീ ദർജത്തിൻ എന്നതിൻ്റെ മുതഅല്ലഖ് ഇജ്തമ എന്നാണ്. ഒരു പദവിയിൽ ഒരുമിച്ച് കൂടിയാൽ കഫാ റിളാ ജാസ യുസവ്വിജഹ അഹദുഹും, അവരിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കാം. ബരിദാഹ, പക്ഷെ അവളെ തൃപ്തി വേണം. എന്ത് വേണ്ട? വൈലം മെറുതൽ ബാക്കുൻ, ബാക്കിയുള്ളവർ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലും. ഇനി ഇങ്ങനെ ആരും ഇല്ലെങ്കിലും ആപ്പല്ല, മുജ്ബിറായ വലിയില്ല, മുജ്ബിർ അല്ലാത്ത വലിയുമില്ല, മുഅ്തിഖൊന്നും ഇപ്പോൾ ഈ കാലത്ത് ഏതായാലും ഇല്ല, അടിമത്തം എന്നുള്ളതില്ലാത്തതുകൊണ്ട് പിന്നെ മുഅ്തിഖൊന്നും ഇവിടെ ഇല്ല, അവരുടെ കുടുംബക്കാരും. അപ്പോൾ അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരാ കല്യാണം കഴിച്ചു കൊടുക്കുക? പിന്നെ അധികാരം ഖാദിക്കാണ്. ഖാദിക്ക് പിന്നെ ഒരു നിബന്ധന ഉണ്ട്. 2 നിബന്ധന നിർബന്ധമായിട്ടും പെണ്ണിൻ്റെ കാര്യത്തിൽ അവർ പാലിച്ചിരിക്കണം. ഒന്ന്,
തുല്യനായ വ്യക്തിയോട് കെട്ടിക്കാൻ പറ്റും. കുഫ്ഇനോട് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവളോട് പൊരുത്തുള്ള ഭർത്താവിനോട്, പൊരുത്തം എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്, കുഫ് കഫാത്തിൻ്റെ പാഠം വരെ വരുന്നുണ്ട്. രണ്ടാമത്തത് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ മാത്രമേ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പാപ്പാൻ്റെയും കാര്യത്തിൽ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കെട്ടിക്കുക അല്ലേ? കുഫുവിനോട് കെട്ടിക്കണം എന്നുള്ള തർക്കമൊന്നുമില്ല. എല്ലാവരും കുഫിനോട് തന്നെ കെട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ സമ്മതം വേണമെന്നില്ല. ബിക്കറാണെങ്കിൽ, സയ്യിബാണെങ്കിൽ സമ്മതം വേണം. അതേപോലെ വാപ്പിയും വല്യാപ്പിയും കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങൾ ഇവരൊക്കെ ഉണ്ടല്ലോ, ഹാഷിയത്തുൻ നസ്ബലുള്ളവർ, അവർക്ക് പിന്നെ പ്രായപൂർത്തിയായ ആൾക്കാരെ മാത്രമേ കെട്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ സമ്മതം നിർബന്ധമാണ്. സയ്യിബാകുമ്പോൾ വാക്കാൽ സമ്മതം വേണം, ബിക്കറാവുമ്പോൾ മൗനം സമ്മതം വേണം. ഇനി ഖാദിൻ്റെ വിഷയത്തിലും സമാനമാണ്. ഫൈസബിജുൽ ഖാദി അതാ സുമ്മബാദ ഫഖ്ദി അസബത്തിൻ നസബി വൽ വലായി, നസബും അസബത്തുൽ വലാവും ഇല്ലാത്തതിന് ശേഷം ഖാദിയാണ്, അല്ലെങ്കിൽ ഖാദിൻ്റെ പകരക്കാരനാണ്. ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസുൽത്താന വലിയുമല്ല വലിയലഹ, ഭരണാധികാരി വലിയില്ലാത്തവരുടെ വലിയാണ്. ഉദ്ദേശം എന്താ? വൽ മുറാദ്, ഉദ്ദേശം മൻ ലഹു വിലായത്തു മിനൽ ഇമാമി വൽ ഖുലാത്തി വനുവാബിഹിം, അധികാരമുള്ളവർ എന്നാണ്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നൊക്കെ അർത്ഥം വെക്കും. ഇവിടെ അതല്ല ഉദ്ദേശം. മൻ ലഹു വിലായത്തുൻ, അധികാരമുള്ളവർ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിന് അധികാരമുള്ളവർ. അതാരായിരിക്കാം? മിനൽ ഇമാമി, ഭരണാധികാരിയാവാം, വൽ ഖുലാത്തി, ഖാദിമാരാകാം, വനുവാബിഹിം, അവരുടെ നായിബുകളാകാം. നായിബിൻ്റെ ജമ്മാണ് നുവാബ്. അപ്പോൾ ഇസബിച്ചു, അപ്പോൾ ഖാദി കെട്ടിക്കും ബി കുഫുവിനോട് മാത്രം, ലാബി ഗൈരിഹി, അതും ബാലിഗത്തൻ, പ്രായപൂർത്തിയായ പെണ്ണിനെ. ഇനി ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു ഖാദിക്ക് ഒരു പെൺകുട്ടിയെ കെട്ടിക്കണമെങ്കിൽ ആ പെൺകുട്ടി എവിടെ ആയിരിക്കണം? കായിനത്തം ഫി മഹല്ലി വിലായത്തിഹി ഹാലത്തൽ അഖ്ദി, നിക്കാഹിൻ്റെ അഖ്ദ് നടക്കുമ്പോൾ അയാളുടെ വിലായത്തിലുള്ള പെൺകുട്ടിയെ. അയാളുടെ അധികാരപരിധിയുടെ പേരാണ് മഹല്ല് വിലായത്ത്. ഈ പെൺകുട്ടി ഇയാളുടെ മഹല്ല് വിലായത്തിലാവണം. എപ്പോൾ? നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഖാദിയാണെങ്കിൽ എനിക്ക് കണ്ണൂർ ജില്ലയിലെ ഒരു മഹല്ലിൻ്റെ മയ്യിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഖാദിയാണ് ഞാനെന്ന് സങ്കല്പിച്ചോളൂ. അവിടുത്തെ പെൺകുട്ടിനെ കെട്ടിക്കാൻ എനിക്ക് മലപ്പുറത്തിരുന്ന് പറ്റൂല. എൻ്റെ ഖലാഇൻ്റെ പരിധിയിൽ ആ പെൺകുട്ടി വരണം. എനിക്ക് മയ്യിൽ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രമേ ഖലാഇന് ഉള്ളൂ എങ്കിൽ ഞാൻ മയ്യിൽ എന്ന സ്ഥലത്ത് വരൽ മാത്രമേ നിർവാഹമുള്ളൂ. അല്ല, എനിക്ക് ഇവിടെ കൊണ്ടോട്ടിയിലും കൂടി ഖലാ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി കൊണ്ടോട്ടിയിലേക്ക് വന്നാൽ മതി. ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള പെൺകുട്ടിയാണ്, വലിയ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ഖാദിനോട് കെട്ടിക്കാൻ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏത് ഖാദിയെയും അവർക്ക് സമീപിക്കാം. ഏത് അധികാരപരിധിയിലാണോ, ഖാദിയുടെ അധികാരപരിധിയിലാണോ ആ പെൺകുട്ടിയുള്ളത്, ആ പെൺകുട്ടി അവരാണ് കെട്ടിക്കേണ്ടത്. ഇപ്പം ഞാൻ പറയാം. ഇപ്പം പാണക്കാട് സയ്യിദന്മാർ, അള്ളാഹു അവർക്ക് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് 1000-ലധികം വരുന്ന മഹലിൻ്റെ ഖാദിമാരാണ്. അപ്പോൾ വാപ്പല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കെട്ടിക്കാൻ മറ്റുള്ള അസൗകര്യങ്ങളുടെ പേരിൽ, ശറഈയായ അസൗകര്യങ്ങളുടെ പേരിൽ കെട്ടിക്കാൻ വേണ്ടി പാണക്കാട് വന്നാൽ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? വലിയൊന്നുമില്ല. പാണക്കാട്ട് വെച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടുത്തെ എല്ലാ തങ്ങന്മാർക്കും പറ്റില്ല. പാണക്കാട് മഹലിൻ്റെ ഖാദിയായിട്ട് ആരാണോ ഉള്ളത് അവർക്ക് കെട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഏൽപ്പിക്കുന്ന ആളുകൾ കെട്ടിച്ചു കൊടുക്കുക. പറ്റും. ഒന്നുകിൽ ഏൽപ്പിക്കണം, കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നായിബാക്കണം അവിടുത്തെ നിലവിലുള്ള ഖാദി. അതാണ് ഈ പറയുന്നത്. കായിനത്തൻ ഫി മഹല്ലി വിലായത്തിഹി, അഖദിൻ്റെ നേരത്ത് വിലായത്തിൻ്റെ മഹലിലുണ്ടാവണം. വലവ് മുജിത്താസത്തം ബിഹി, അവൾ ആ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നവളാണെങ്കിലും കുഴപ്പമില്ല, മതി. അവിടെ തന്നെ നിൽക്കണമെന്നോ ഇരിക്കണമെന്നോ കിടക്കണമെന്നോ നിർത്തില്ല. ഇനി സമ്മതത്തോടു കൂടെ കെട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ? സമ്മതം ഇനി ഇന്ന് ഗൾഫിൽ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല, അത് മഹല്ല് വിലായത്തിൽ നിന്ന് കൊടുക്കണമെന്നില്ല.
വായിങ്കാന ഇതിനു ഹാലഹു വയ്യ ഖാരിജ, അവൾ പുറത്ത് നിൽക്കുമ്പോഴാണ് മഹല്ല് വിലായത്തിൻ്റെ പുറത്തുള്ള അവസ്ഥയിലാണ് സമ്മതം കൊടുത്തത് എങ്കിൽ പോലും അതിന് കുഴപ്പമില്ല. സമ്മതം പുറത്തുനിന്നാണോ അല്ലേ എന്നുള്ളതാണ്. അക്കദിൻ്റെ നേരത്തെ അവൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ ഇതാക്കാനത്ത് ഖാരിജ തന്നെ മഹല്ല് വിലായത്തിഹി ഹാലത്തുഹു, അക്കദിൻ്റെ നേരത്ത് അവൾ ഖാദിയുടെ മഹല്ല് വിലായത്തിൻ്റെ പരിധിയുടെ പുറത്താണെങ്കിൽ ഫലായി സഫിജുഹ, ഖാദിക്ക് അയാളെ കെട്ടിക്കാൻ പറ്റില്ല. അവൾ എവിടെയാണ് ഒപ്പം ഉള്ളത്, അവിടെയുള്ള ഖാദിയാണ് അവളെ കെട്ടിക്കേണ്ടത്. അതിന് വൈൻ അതിനത്ത് ലഹു ഖബല ഖുറൂജിഹ മിൻഹു, മഹല്ല് വിലായത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് കെട്ടിക്കാൻ അവൾ സമ്മതം കൊടുത്താൽ പോലും ഇപ്പോൾ അവളെ ഉള്ളത് പുറത്താണെങ്കിൽ കെട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഔ കാന ഹുവ ഫീഹി, ഭർത്താവ് മഹല്ല് വിലായത്തിനാണ് ഉള്ളത് എങ്കിൽ പോലും പറ്റില്ല, പെണ്ണ് വേണം. ഔ കാന, അല്ലെങ്കിൽ അയാൾ ആയി, ഹുവ ഭർത്താവ്, ഫീഹി മഹല്ല് വിലായത്തിനാണെങ്കിലും പറ്റില്ല. എന്തുകൊണ്ട്? ലിഅന്നൽ വിലായത്താലിഹ, പെണ്ണിൻ്റെ മേലിലുള്ള അധികാരം ലാ തതഅല്ലഖു ബിൽ ഖാത്തിബി, അത് വരനോട് ബന്ധിക്കുന്നതല്ല, വരനോട് ബന്ധിക്കുന്നതല്ല. അപ്പം വരൻ മഹല്ല് വിലായത്തിലുണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല, അവൾ എവിടുന്നാ സമ്മതം കൊടുത്തു എന്നുള്ളതും വിഷയമല്ല. അപ്പോൾ ഖറജ് ബിൽ ബാദിയത്തിൽ എത്തീമത്തു, പ്രായപൂർത്തിയായ പെൺകുട്ടിയെ കെട്ടിക്കാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോൾ എത്തിയും കുട്ടീനെ കെട്ടിക്കാൻ പറ്റില്ല ഖാദിക്ക്. എത്തിയും കുട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ഫലായിസഫിഹൽ ഖാദി, ഹനഫിയായ ഖാദിയാണെങ്കിൽ പോലും കെട്ടിക്കാൻ പറ്റില്ല. ലം യഉദൽ ലഹു സുൽത്താനുൻ ഹനീഫിയും ഫീഹി, ഹനഫി സുൽത്താൻ സമ്മതം കൊടുത്തിട്ടില്ല ഫീഹി യതീമത്തിനെ കെട്ടിക്കാൻ. അങ്ങനത്തെ ഹനഫി ഖാദിയാണെങ്കിൽ പോലും കെട്ടിക്കാൻ പറ്റില്ല. സുൽത്താൻ സമ്മതം കൊടുത്താൽ പറ്റും, അവൻ ഹനഫി ആണെങ്കിൽ കെട്ടിക്കൂല. എങ്ങനത്തെ ഹനഫി? ലം യഉദൻ ലഹു, അവന് സമ്മതം കൊടുത്തിട്ടില്ല സുൽത്താനുൻ ഭരണാധികാരി ഹനഫി മദഹബുകാരനായ ഫീഹി യതീമത്തിനെ കെട്ടിക്കാൻ. അപ്പോൾ ഏതായാലും കെട്ടിക്കൂല. ഇനി അത് കഴിഞ്ഞു, പ്രായപൂർത്തി ആയണോ എന്നുള്ളത് ഇപ്പോൾ എങ്ങനെ മനസ്സിലാവുക? അതിനിപ്പോൾ ലാബിലും പോകണോ? വേണ്ട. വത്സദ്ദഖുൽ മർഅതു ഫീ ദഅവൽ ബുലൂഗ്, പ്രായപൂർത്തിയായി എന്ന വാദത്തിൽ പെണ്ണിൻ്റെ വാദം സ്വീകരിക്കപ്പെടും. ഏത് വാദത്തിൽ ഹയറുണ്ടായിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ മനിയ പുറപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വാദം വാദിച്ചാൽ മതി. ബിലായമിന് സത്യം ചെയ്യിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം ഇതിലായ ഉറഫു, കാരണം പ്രായപൂർത്തി അറിയില്ലല്ലോ, ഇല്ലാ മിൻഹ, പെണ്ണിൽ നിന്നല്ലാതെ. പക്ഷേ ഇല്ലാ ഫി ദഅവൽ ബുലൂഗ് ബിസ്നി, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായിനി എന്ന വാദമാണെങ്കിൽ ഒഴികെ, ഹയറുകൊണ്ടോ മനി പുറപ്പെട്ടതുകൊണ്ടോ പ്രായപൂർത്തിയായിന് എന്നുള്ള വാദത്തിൽ പെണ്ണിൻ്റെ വാദം അത് സ്വീകരിക്കും. വല്ലാഹി എന്ന് പറഞ്ഞ് കോടതി മുമ്പ് ആ സത്യം ചെയ്യണമെന്നില്ല. പക്ഷേ വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായിന് എന്നാണ് പറയുന്നതെങ്കിലോ, അഥവാ 15 വയസ്സുകൊണ്ടാണെങ്കിൽ അവിടെ ഇല്ലാ ബിബയ്യിനത്തിൻ ഖബീറത്തിൻ, കാര്യങ്ങളോട് ഉള്ളറിയുന്ന സാക്ഷികൾ മുഖേനയല്ലാതെ സ്വീകരിക്കപ്പെടുന്നതല്ല. ആ സാക്ഷി എന്ത് ചെയ്യണം? തുദ്കുറു അദദ് സിനീൻ, വർഷത്തിൻ്റെ എണ്ണം പറയണം, 15 വർഷം എന്നൊക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്, ഖാദി കെട്ടിക്കണം. ഫൈസബ്ബിജു, ഖാദി കെട്ടിക്കണം. ബി കുഫ്വിൻ, കുഫ്വിനോട് കെട്ടിക്കണം. ബാലിഗത്തൻ, പ്രായപൂർത്തിയായ പെൺകുട്ടിയെ. ഏതൊക്കെ ഒരു ഖാദിക്ക് പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള അധികാരവും അതിൻ്റെ സാഹചര്യങ്ങളും ഏതൊക്കെയാണ് എന്നാണ് അടുത്ത പാഠത്തിൽ പറയുന്നത്. 3 കാരണങ്ങളാണുള്ളത്. 1, ഉദിമ വലിയുഹ, വലിയില്ലാതെയായി. 4 കാരണം, വലിയില്ല തീരെ, മത്തിനാണ് പറയുന്നത്. 2ാമത്തെ കാരണം ഔ ഗാബ മർഹലത്തിന്, ഉണ്ട് 2 മർഹല അപ്പുറത്താണ് അയാളുള്ളത്, 90 കിലോമീറ്റർ അല്ലെങ്കിൽ 112 കിലോമീറ്റർ അയാൾ മറഞ്ഞാണുള്ളത്, അപ്പോൾ ഖാദി കെട്ടിക്കണം. 3, ഔ തഅദ്ദറ ബുസൂലി, വലിയിലേക്ക് എത്തിപ്പെടാൻ പ്രയാസമായി ഖൗഫിൻ, പേടി കാരണം. വലിയ ഇവിടെ അടുത്തുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ ക്രമസമാധാന പ്രശ്നമുണ്ട്, അയാളിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമായി ഖൗഫിൻ, പേടി കാരണമായിട്ട്. ഔ ഫഖ്ദിൻ, അല്ലെങ്കിൽ ഇതിപ്പോൾ 3, 4ാമത്തത് വലിയനെ അറിയാത്ത അവസ്ഥ വന്നു, എവിടെ ഉള്ളത്, എവിടെ മരിച്ചണോ ജീവിച്ചണോ എന്ന് അറിയുന്നില്ല, അയാളോട് പോയതാണ്, അല്ലെങ്കിൽ യുദ്ധത്തിനോ മറ്റോ പോയതാണ്, അതാണ് ഫഖ്ദ്, അയാൾ തിരോധനം ചെയ്യപ്പെട്ടു. 5ാമത്തത് ഔ അദ്ലീൻ, അല്ലെങ്കിൽ അതിലുണ്ടാവുക, അതലൽ വലിയും, വലിയ കെട്ടിക്കാൻ വിസമ്മതിച്ചു. വദിമ വലിയുഹ ഔ ഗാബ ഔ തഅദ്ദറ വസൂലുൻ ഇലൈഹി ഖൗഫിൻ ഔ ഫുഖിദ, അല്ലെങ്കിൽ വലിയനെ കാണാനില്ല. 5ാമത്തെ കാരണം ഔ അദല, വലിയ
വിസമ്മതം പറഞ്ഞു, ഞാൻ ചെയ്യൂലായിരുന്നു, ചെയ്യൂല എന്ന് പറഞ്ഞു, വിസമ്മതിച്ചു, തണ്ട് കാണിച്ചു. അങ്ങനെയുള്ള വലിയ കെട്ടിക്കണം മുക്കല്ലഫത്തൻ, മുക്കല്ലഫായ പെണ്ണിനെ ദഅത്ത് ഇലാ കുഫിൻ, അവൾ ആവശ്യപ്പെട്ടു ഒരു കുഫുവിനോട് കെട്ടിക്കണം എന്ന് ആവശ്യപ്പെട്ട മുക്കല്ലഫത്തിനെ ഈ പറയുന്ന ഖാദി കെട്ടിക്കുന്നതാണ്. അപ്പോൾ അതല്ല വലിയ വിസമ്മതിച്ചു. അഥവാ മുക്കല്ലഫത്തൻ, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഒരു മകളോട് അല്ലെങ്കിൽ തൻ്റെ കീഴിൽ കെട്ടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ പെണ്ണിനോട് അയാൾ വിസമ്മതം പറഞ്ഞു. അവളാണെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ദഅത്ത് അവൾ ആവശ്യപ്പെട്ടു ഇലാ കുഫിൻ, ഒരു കുഫിനോട് കെട്ടിക്കാൻ. അതായത് ഒരു പെൺകുട്ടി എന്ത് പറഞ്ഞു? എന്നെ ആ ഭർത്താവിനോട് കെട്ടിക്കണം എന്ന് പറഞ്ഞു. വാപ്പ എന്ത് പറഞ്ഞു? ഞാൻ കെട്ടിക്കൂല എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി മുക്കല്ലഫത്താണെങ്കിൽ അതല വലിയ എന്ത് ചെയ്തു? തടഞ്ഞു. മുക്കല്ലഫത്തായ ഒരു പെൺകുട്ടിക്ക് ദഅത്ത് അവൾ ആവശ്യപ്പെട്ടു ഇലാ കുഫിൻ, കുഫിനോട് കെട്ടിക്കണം. കുഫു അല്ലാത്ത അവൾ കെട്ടിക്കണം എന്നോട് പറയുന്നില്ല, നിബന്ധനയൊത്ത ഭർത്താവിനോട് കെട്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കെട്ടിക്കൂല എന്ന്. ചില വാശി ഉണ്ടാവുമല്ലോ ചെറുപ്പാർക്ക്. ഈ വിധത്തിലുള്ള സാഹചര്യത്തിൽ ഖാദിയാണ് കെട്ടിക്കാൻ അധികാരമുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് വിശദീകരിക്കാം അടുത്ത പാഠത്തിലല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.